സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ ജെൻഡറിൻ്റെ ഇടയിൽ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരു 370 രൂപയുടെ ബിരിയാണി അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ വിവാദങ്ങൾ ഈ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഈ ഡേറ്റിംഗ് ആപ്പുകൾ ഇതിലൂടെയൊക്കെയുള്ളൊരു അവൈലബിലിറ്റി ഉണ്ട്. സ്ത്രീകൾ ഇത്ര രൂപയ്ക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ട് ഒരു സ്ത്രീയെ നമുക്ക് കിട്ടും എന്നൊരു ആറ്റിറ്റ്യൂഡ് പൊതുവേ സമൂഹത്തിൽ വ്യാപിച്ചങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു ബേസിക് സൈക്കോളജി ഉണ്ട്, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഈ ദൗർബല്യത്തിന് കാരണം എന്തൊക്കെയോ ആണെന്നാണ് ജയ് പറയുന്നത്. എവിടെ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്? ഓക്കെ, ഇതിൽ ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇങ്ങനത്തെ ചെയ്യുന്ന ആളുകളെ ന്യായീകരിക്കുക അങ്ങനെയല്ല. ഇതിനൊരു അണ്ടർലൈൻ കുറച്ച് തിയറീസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സെക്ഷൽ സ്ക്രിപ്റ്റ് തിയറി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ തിയറി എന്നൊക്കെ പറയും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഡീറ്റെയിൽ വേൾഡിലാണ്. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ അതിൽ പല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ കാര്യങ്ങളോ പല രീതിയിലുള്ള കോണ്ടന്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അതിൽ ചിലപ്പോൾ സെക്ഷൽ കോണ്ടന്റ്സ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് ഇൻറ്റിമസി കിട്ടുന്ന സ്പേസസ് ഉണ്ട്. എന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു 300-400 രൂപ കൊടുത്താൽ നമുക്ക് ഒരു പുരുഷന് വേണ്ട സാധനങ്ങൾ കിട്ടും. ഇൻറ്റിമസി ഇല്ല, ആവശ്യത്തിന് കിട്ടും. ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇനി മടുത്തു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഒരു സമൂഹത്തിൽ കൂടി വരുമ്പം ഇതൊരു നമ്മുടെ മൈൻഡ് ഇതിനെ നോർമലൈസ് ചെയ്യുന്നൊരു പ്രക്രിയ ഉണ്ട്. അതാണ് ഈ ഒരു തിയറിയിൽ വരുന്നത്. ഇതിൽ സ്റ്റഡീസും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അത് മീഡിയ ബേസിൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, സൈക്കോളജിക്കൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാന്ന്. എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൽ ഈ പറയുന്ന പോലെ ഇത് ആക്ച്വലി പണ്ട് നമ്മൾ ഈ പ്രോസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറി. ഇപ്പോൾ ഓൺലൈൻ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. പക്ഷേ ഈ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങൾ ഓൺലൈനിൽ വളരെ കൂടുതലായി വരുന്നു. ഇതിലേക്ക് കൂടുതൽ ആണുങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ, കാരണം ഇതിലെ റവന്യൂ ഇപ്പോൾ ഒരു സ്ത്രീ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ കസ്റ്റമേഴ്സ് ആണുങ്ങളായിരിക്കും. അപ്പോൾ കൂടുതൽ ആണുങ്ങൾ ഇതിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആണുങ്ങളുടെ മനസ്സിൽ ഇതൊരു നോർമലൈസ് ആവും. എന്ന് വെച്ചാൽ ട്രാൻസാക്ഷനാണ് സംഭവിക്കുന്നത്. വെച്ചാൽ ഞാൻ 300 രൂപ കൊടുക്കുമ്പോൾ എനിക്കൊരു സ്ത്രീ ആ സ്ത്രീയുടെ എന്താണോ എനിക്ക് വേണ്ട സാധനങ്ങൾ അത് തരുന്നു. ചിലപ്പോൾ അതൊരു ഓൺലൈൻ ഗേൾ ഫ്രണ്ട് പോലെ ആവാം, അല്ലെങ്കിൽ ഓൺലൈൻ സെക്സ് ആവാം, അല്ലെങ്കിൽ ഓൺലൈൻ എന്തെങ്കിലും ഫ്ലർട്ടിങ് എന്ത് വേണമെങ്കിൽ. അപ്പോൾ ഇത് ഇയാളെ മനസ്സിൽ നോർമലൈസ് ആവും. എന്ന് വെച്ചാൽ ഈ ട്രാൻസാക്ഷൻ റിയൽ ലൈഫിൽ നോർമലാണെന്ന് ഇയാൾ അറിയാതെ ഇയാൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇയാളെ ഇത് ചുറ്റപ്പെട്ട് കിടക്കുന്ന സർക്കിളുകളിലൊക്കെ ഇത് നോർമലാവുന്നു. ഇതിങ്ങനെ സമൂഹത്തിൽ പടരും. അങ്ങനെ പടർന്നു കഴിയുമ്പം നാളെ ഒരു യുവാവ് ഇപ്പം ഈ ഇതിലൊക്കെ ഉള്ള ഈ സർക്കിളിലൊക്കെ ഉള്ള ഒരു യുവാവ് ഒരു റിയൽ ലൈഫിലേക്ക് ഇറങ്ങുമ്പം ഒരു സ്ത്രീയെ കാണുമ്പോൾ ഓക്കെ 300 രൂപ ഈ സ്ത്രീക്ക് കൊടുത്താൽ ഈ സ്ത്രീ ഇതേ ട്രാൻസാക്ഷൻ എനിക്ക് തരുമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു ഈ ഒരു എക്സ്പെക്ടേഷനാണ് നമ്മൾ ഈ തിയറി വെച്ച് പറയുന്നത്. ജയ് ഇപ്പോൾ ഭയങ്കര പോളിഷ്ഡ് ആയിട്ടാണ് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം ഔട്ട് ഓഫ് ക്യാമറ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഒരു കാമുകിയെ ഒരാൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു മാസം 10,000 രൂപ ചിലവാകുമെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു IT ഫീൽഡിലൊക്കെ സമയമില്ലാതെ ജോലി തിരക്കുകളിൽ ഓടുന്ന ഒരാണ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്നുള്ളത്. അതായത് ഒരു ID-ന്ന് 300 രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ 3000 രൂപ കൊടുത്താൽ ഒരു 10 പെണ്ണുങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ? അപ്പോൾ ആ 10 പെണ്ണുങ്ങളെയും വെറൈറ്റി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. സമയവുമില്ല, അല്ലെങ്കിൽ കാമുകിമാരുടെ ഈ അവരുടെ ഓരോന്നും കേൾക്കണ്ട, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പൈസ ചെലവാക്കണ്ട. ഇങ്ങനെയൊക്കെയാണ് അത് ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത് സോഷ്യൽ മീഡിയയിൽ 100 പെണ്ണുങ്ങളുണ്ടെങ്കിൽ അതിലൊരു 10-ലും താഴെയുള്ള ആൾക്കാരായിരിക്കും ഈ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അല്പവസ്ത്രധാരിയായിട്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. ഭൂരിഭാഗം ഇപ്പുറത്ത് കിടക്കാണ്. പുരുഷന്മാരെന്താ അങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് നോക്കുന്നത്? എന്നിട്ട് ജനറലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഞാൻ ഇതിൽ കുറച്ച് സംസാരിക്കാം. അതാവുമ്പോൾ കുറച്ചുകൂടി രസം. നമ്മൾ പിന്നെ ഓക്കെ, ഇതിലൊരു നമ്മളിപ്പോൾ അത്യാവശ്യം ആളുകൾ ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ആളുകളെല്ലാം നമ്മൾ പറയും ഭയങ്കര പൈസയുള്ള ആളുകളാണ്, എന്തോ അങ്ങനെയൊന്നുമല്ല. വളരെ താഴ്ന്ന ലെവലിലുള്ള ആളുകൾ സബ്സ്ക്രിപ്ഷനിലുണ്ട്. പിന്നെയുള്ളത് ഈ IT സർക്കിൾസിലുള്ള എന്നുവെച്ചാൽ ഒരാളുകൾ ഒരു എന്താ പറയുക വളരെ എക്സ്പോഷർ ഇല്ലാത്ത ആൾക്കാർ, അവർക്ക് ആകെ ഒരു എക്സ്പോഷറിനുള്ള വഴി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ ബയോളജിക്കൽ ആവശ്യങ്ങൾക്കുള്ളത് ഈ ഒരു പെണ്ണായിരിക്കും, സബ്സ്ക്രിപ്ഷൻ നടത്തുന്ന പെണ്ണായിരിക്കും. പിന്നെ ഉള്ളത് ഇൻറ്റിമസിക്ക് നേരെ ഇല്ലാത്തോ അല്ലെങ്കിൽ ഇൻറ്റിമസി താല്പര്യമില്ലാത്തോ ആയ ആ ഒരു സർക്കിൾ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇവരെ വെച്ച് നോക്കുമ്പോൾ 300 രൂപയ്ക്ക് ഒരു ഗേൾ ഫ്രണ്ടിന് ഒരു സിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മാസം ഒരു 10,000 രൂപ മിനിമം വേണം. ഒരു സിറ്റിയിൽ ഒരു ഗേൾ ഫ്രണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ 10,000 രൂപയ്ക്ക് 30 പെണ്ണുങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം 30 പെണ്ണുങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഏകദേശം 300 രൂപയാണ് 9,000 രൂപ, എന്നാലും ചിലപ്പോൾ 1000 രൂപ ആക്കിയ. അപ്പം ഈ 30 പെണ്ണുങ്ങൾ ഡെയിലി ലൈവും സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വീക്കിലി അല്ല ഡെയിലി, ഇപ്പം ഡെയിലിയും അധികം ഉണ്ടാവും. അപ്പം ഇവർക്ക് ഈ 30 എന്ന് വെച്ചാൽ മറ്റേ നമ്മൾ ഈ പൊളിഗാമി പോലെയാ. ഇവർക്ക് ഈ 30 പെണ്ണുങ്ങളെയും ശരീരം ആസ്വദിക്കാം, ചിലപ്പോൾ ഓൺലൈൻ ഫ്ലേർട്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് എപ്പോഴാണ് ഇമോഷൻ അല്ലെങ്കിൽ മടുക്കുന്നത് അപ്പം ഡിസ്കണക്ട് ചെയ്യാം. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അനാവശ്യമായ ഇൻറ്റിമസി ഇല്ല. ഞാൻ അവരെ ആംഗിളിലാട്ടോ പറയുന്നത്, നമ്മളെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യാസമായിരിക്കും. അപ്പം ഇങ്ങനെ അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അവരതിന് കംഫർട്ടബിളാ. അപ്പം അങ്ങനെ അവർ നിൽക്കുമ്പോൾ അവരത് ചൂസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ഇവിടെ ഈ പെണ്ണുങ്ങൾക്ക് ദൗർലഭ്യമുള്ള ഒരാളും ഇത് എളുപ്പമാണ്. കാരണം അവൻ വെറും 300 രൂപ മതി, അവൻ കഷ്ടപ്പെടേണ്ട, ഒരു പെണ്ണിനെ വളയ്ക്കാൻ നടക്കണ്ട, വേറെ ഒന്നുമില്ല. അപ്പം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവർ വിചാരിക്കുന്നു ഓക്കെ
ഇന്റിമസി ഇല്ലെങ്കിൽ അപ്പൊ അവർ ആ വേൾഡിൽ അത് ശീലമാവും. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇന്ന് ആണുങ്ങൾക്ക് നല്ല പെണ്ണുങ്ങൾ പോയിക്കൂടെ? ഓൺലൈനിൽ കോണ്ടന്റ് ഇടുന്ന 80% പെണ്ണുങ്ങൾ അഡൽട്ട് കോണ്ടന്റ് ആണ്. നിങ്ങൾ നോക്കി നോക്കിയാൽ മതി. എത്ര ഓൺലൈനിൽ കോണ്ടന്റ് ഇടുന്ന പെണ്ണുങ്ങളിൽ 80% അഡൽട്ട് റിലേറ്റഡ് കണ്ടന്റ് ആണ്. 20% മാത്രമേ നോർമൽ കണ്ടന്റ് ചെയ്യുന്നുള്ളൂ. ആണുങ്ങളുടെ വ്യത്യാസമുണ്ട്. 80% ഓൺലൈൻ 80% കോണ്ടന്റ് ഇടുന്നതിൽ 80% പെണ്ണുങ്ങളും അഡൽട്ട് റിലേറ്റഡ് കോണ്ടന്റ് ആണ് ഉള്ളത്. ബാക്കിയുള്ളവർക്കൊന്നും സോഷ്യൽ മീഡിയ ഇല്ലെന്നാണോ ഇപ്പൊ പറയുന്നത്? അല്ല, എന്നുവെച്ചാൽ ഓൺലൈനിൽ കോണ്ടന്റ് ഇടുന്ന പെണ്ണുങ്ങളിൽ 80% ലൈക്ക് 70 to 80% അഡൽട്ട് റിലേറ്റഡ് കോണ്ടന്റ്സ് ആണ് ഇടുന്നത്. അപ്പൊ നമ്മള് ഒരു 100 പെണ്ണുങ്ങൾ നോക്കി 80% പെണ്ണുങ്ങളും ഈ പറയുന്ന അഡൽട്ട് കോണ്ടന്റ് ആണ്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവിടേക്കല്ലേ പോകാൻ ചാൻസ് ഉള്ളത്. അതിപ്പോ നമ്മള് ചിലപ്പോൾ നമ്മളുടെ സർക്കിളോ നമ്മളുടെ അൽഗോരിതമോ വ്യത്യാസമുണ്ടായിരിക്കും. നിങ്ങളിപ്പോ ഒരു സബ്സ്ക്രിപ്ഷന്റെ 4 അൽഗോരിതം എടുത്തിട്ട് 4 ആൾക്ക് ഷെയർ ചെയ്ത് നോക്കിയാൽ പിന്നെ ഇഷ്ടം പോലെ കാണാനില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. അപ്പൊ ഇത്രയും കോണ്ടന്റ് ഇവിടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ ഇൻസ്റ്റാഗ്രാമൊന്നും പോയി വേറെ പല ആപ്പിലാണ് ഈ സബ്സ്ക്രിപ്ഷൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വ്യക്തി ഇതിനൊരു ട്രാൻസാക്ഷൻ ബേസിൽ കാണുമ്പോൾ അവൻ നോക്കുന്നത് ഞാൻ പൈസ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഈ സെക്സ് ആണ്. അപ്പൊ ഇതാണ് ലോകത്ത്, ഇത് നോർമലാണ്. അപ്പൊ ബാക്കിയുള്ള ഏത് പെണ്ണിനെയും സമീപിച്ചാൽ ഇങ്ങനെ കിട്ടും. അപ്പം ഇതൊരു തെറ്റായ ചിന്താഗതിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം അത് നമ്മളുടെ ബ്രെയിൻ ആക്ച്വലി നമ്മളെ പറ്റിക്കുന്നോ അല്ലെങ്കിൽ ചെയ്യുന്നതാണ്. അപ്പം ഇതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടോ അതോ എക്സ്ട്രാ നല്ല ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതിനെ ഓക്കെ ഇതാണ് റിയാലിറ്റി, ഇത് റിയൽ വേൾഡും ഇത് റിയാലിറ്റി ആണെന്നൊക്കെ വേർതിരിച്ച് അറിയുന്ന അത്രയും ഒരു ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഈ അൽഗോരിതത്തിന് പുറത്തേടി ഒരു നല്ല പെണ്ണിനെ നല്ലോണം നോക്കാൻ പറ്റുമായിരിക്കാം. പക്ഷെ നമുക്ക് ഈ എല്ലാ ആളുകൾക്കും ഇങ്ങനത്തെ കഴിവുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈ റിയൽ ലൈഫ് തന്നെയാണ് അധികം ആളും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരാൾ ഈ പറയുന്ന പോലെ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇതിപ്പോ പണ്ട് നമ്മൾ പറയായിരുന്നു കല്യാണം അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്ന സിസ്റ്റം എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഉണ്ടായതെന്ന്. അതായത് നല്ല ചെറുക്കന്മാർക്ക് മാത്രം പെണ്ണുങ്ങളെ കിട്ടുന്നു, അപ്പോൾ കഴിവില്ലാത്ത ആണുങ്ങൾക്ക് ഇണയെ കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു, നിർബന്ധമായിട്ട് കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥയിലെത്തിയെന്ന്. അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ ആണോ ഇത്? റിയൽ ലൈഫിൽ നല്ലൊരു കാമുകിയോ നല്ലൊരു പെണ്ണിനെയോ കിട്ടാത്ത പുരുഷന്മാരാണോ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് പോയി വീഴുന്നത്? പല രീതിയിലും വരാം. ഇപ്പം ചില ആണുങ്ങൾക്ക് ഒരു ഗേൾ ഫ്രണ്ട് സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. പക്ഷെ റിയൽ ലൈഫിൽ വേറെ ആളെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കിട്ടുന്നത് ചിലപ്പോൾ അതും പോകും ഇതും പോകും എന്നുള്ള പ്രശ്നം വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ സമൂഹത്തിന്റെ ടാബ് മേടിച്ച് ചിലപ്പോൾ അവർ ചിലപ്പോൾ സബ്സ്ക്രിപ്ഷനിലേക്ക് പോവാം. ചില ആളുകൾ ദൗർലഭ്യം കൊണ്ട് പോവാം. ചില ഇന്റിമസി ഇഷ്ടമില്ലാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്. ചിലപ്പോൾ അവർക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും അവർ ഇന്റിമസി താല്പര്യമില്ല. അപ്പൊ ഇത് പല ഇന്ന ആളുകളെ പോകുള്ളൂന്നില്ല. ഇത് സപ്ലൈ ഡിമാൻഡാ. സപ്ലൈ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് ഡിമാൻഡ് ഉണ്ടാവും. അപ്പൊ സപ്ലൈ ഇവിടെ ഉണ്ട്, കസ്റ്റമേഴ്സ് വരും. മാനിപ്പുലേറ്റ് ചെയ്യല്ലേ ഇത് ശരിക്കും ആണുങ്ങളുടെ ഒരു സൈക്കോളജിയെ? അത് അവര് മനഃപൂർവ്വം ഇപ്പം ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ഒരു പെണ്ണ് മനഃപൂർവ്വമാണ്. ഇത് എന്റെ തോട്ടാണ്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ നടത്തുന്ന ഒരു പെണ്ണ് മനഃപൂർവ്വം ആണുങ്ങളെ വഴി അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവരവരുടെ ഓക്കെ എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടുന്നു, ഓക്കെ എനിക്ക് ലളിതമായി കിട്ടുന്ന ഒരു പൈസ, ആ രീതിയിലായിരിക്കും. പക്ഷെ അവര് മനഃപൂർവ്വം നാട് മോശമാക്കണം എന്നൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല. ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ഒരാണും നാട് മോശമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. പക്ഷെ ഈ ഒരു സിസ്റ്റം നാടിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ 307 രൂപയുടെ ബിരിയാണി ആ വ്യക്തി ചെയ്തത് മോശമായ കാര്യമാണ്. പക്ഷെ ആ വ്യക്തി ചെയ്തതിൽ ഈ ഒരു സിസ്റ്റത്തിന് പങ്കുണ്ട്. അല്ലാതെ ആ വ്യക്തിയെ മാത്രം പെട്ടെന്ന് നമ്മളിങ്ങനെ പറയല്ലോ, പെട്ടെന്ന് ദിവസം രാവിലെ എണീറ്റ് വന്ന് ഈ വ്യക്തിയാണ് കുറ്റക്കാരൻ നമുക്ക് ഒരു സാധാരണ ആൾക്കത് പറയാം. പക്ഷെ അത്യാവശ്യം ഇതിനെപ്പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് ഈ വ്യക്തിയെ കുറ്റം പറയാൻ പറ്റില്ല. വ്യക്തിയുടെ ഭാഗത്തും കുറ്റമുണ്ട്, ഈ സിസ്റ്റം നമ്മളിപ്പോൾ പറഞ്ഞ ട്രാൻസാക്ഷൻ സിസ്റ്റത്തിനും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇത് മാറുമോ അല്ലെങ്കിൽ നന്നാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ലോകം അങ്ങനെയാണ്. ലോകം ഓരോ സ്റ്റേജിലും പല രീതിയിലും. പണ്ട് ഇത് പ്രോസ്റ്റിറ്റ്യൂഷനെ പറ്റി നമ്മൾ പറയാം. ഒരു 80% പ്രോസ്റ്റിറ്റ്യൂഷൻ വുമണാണ്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് പോകുന്ന ഒരാൾ ഈ പറയുന്ന പോലെ സ്ഥിരമായി പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ എടുത്ത് പോകുന്ന ഒരാൾ, അയാൾ പല പ്രോസ്റ്റിറ്റ്യൂട്ടർ എടുത്തു പോകും, അയാൾ പൈസ കൊടുക്കും. അയാൾ ഒരു 1000, 2000, 3000 രൂപ കൊടുത്ത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് സർവീസ് എടുക്കുമ്പോൾ അയാൾ സ്ഥിരമായി പോകുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒരു നോർമൽ വുമണിനെയും ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ മൈൻഡിലാണ് കാണുക. ഇവിടെയും എനിക്കൊരു 3000 രൂപ കൊടുത്താൽ നടക്കുമോ ചിലപ്പോൾ അയാൾ ട്രൈ ചെയ്ത് നോക്കും. അതിന്നിപ്പോൾ മാറി അത് വളരെ കുറവാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചെറിയ ഏരിയാസിൽ മാത്രമേ. പക്ഷേ ഇപ്പം ഇത് അങ്ങനെയല്ല. ഇത് നമുക്ക് ഫോൺ എടുത്തു കഴിഞ്ഞാൽ സംഭവം കിട്ടും. നമ്മൾ വെറുതെ എവിടെയോ പോവുകയോ ആൾക്കാരെ പേടിക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ സ്ത്രീകൾ തന്നെ എപ്പോഴും പറയുന്നുണ്ട് ഞങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു. എന്നിട്ട് അതേ സിനാരിയോയിലൂടെ സ്ത്രീ സ്വന്തം ശരീരം അല്ലെ കാണിക്കുകയും സ്ത്രീകൾ തന്നെ ഒബ്ജക്ടിഫൈ സ്വയം ചെയ്യാണിത്. ആക്ച്വലി സ്ത്രീകൾ തന്നെയാണ് ഇത് എന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബ് അവർ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതാണ്. പക്ഷേ ഈ എനിക്ക് തോന്നുന്ന ഒരു മെന്റാലിറ്റിയുടെ പ്രശ്നമാണ്. ഇപ്പോൾ പുരുഷന്മാര് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ എത്ര പേര് അല്ലെ, ജയ് തന്നെ പറഞ്ഞു പുരുഷന്മാർ ആരൊക്കെയോ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അവര് ബോഡി ബിൽഡേഴ്സ് ആണ്, ബോഡി കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. പക്ഷെ അതിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുന്നതും പുരുഷന്മാരാണെന്നുള്ളത് അതും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. അതെന്താന്ന് വെച്ചാല് ഇപ്പം സൊസൈറ്റിയിൽ കുറച്ച് ഇതുണ്ട്. പെട്ടെന്നൊരു ഒരു പെണ്ണ് പോയ ഒരു ആണിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളി ഇതേപോലെ അത്യാവശ്യം ബോഡി ബിൽഡിംഗ് പരിപാടികളൊക്കെ. അപ്പൊ പുള്ളി ഇതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രിപ്ഷൻ ഓണാക്കി.
പക്ഷെ പുള്ളിയെ ഫോളോ ചെയ്യുന്നൊക്കെ ഗേസാണ് എന്ന് വെച്ചാൽ ഒരു പകുതിയോളം ഗേ ആയ ആളുകൾ പുള്ളിയെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് ആണെന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇതിലുണ്ട് വെച്ചാൽ അവിടെ ഒരു ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ ഇതിപ്പം ഞാനിപ്പോ പറഞ്ഞ 80% വുമൺ അഡൽട്ട് കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. ഇപ്പൊ നേരെ തിരിച്ചാണെന്ന് കൂട്ടിക്കോ. ഇത് വെച്ചാൽ ആണുങ്ങളെ പ്രശ്നം പെണ്ണുങ്ങളെ പ്രശ്നം എന്നല്ല ഞാൻ പറയുന്നത്. സൊസൈറ്റിയിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ നാളെ എന്തെങ്കിലും കാരണവശാൽ 80% കോണ്ടന്റ് ഇടുന്നത് മെയിലാണെന്ന് കൂട്ടിക്കോ, സെക്ഷൽ കോണ്ടന്റ്. അതുപോലെ തന്നെ 80% പ്രോസ്റ്റിറ്റ്യൂഷനും മെന്നാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ ഇത് തിരിഞ്ഞാ വരിക. ഈ വുമൺ സൊസൈറ്റിയിൽ ആണുങ്ങളെ ട്രാൻസാക്ഷൻ പോലെ കാണും. നാളെ ഒരു സ്ത്രീക്ക് തോന്നും ഇവനൊരു 3000 കൊടുത്താൽ ഇവനെ കിട്ടുമോ. ഇത് മെജോറിറ്റി നേരെ തിരിച്ചായതുകൊണ്ടാണ് തിരിഞ്ഞു സംഭവിക്കുന്നത്. അപ്പൊ ഇത് ആണിന്റെ കുറ്റോ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കുറ്റോ ആയിട്ടല്ല ഇത് പറയുന്നത്. ഇത് സിസ്റ്റം ഇതിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതിലൊന്നും ചെയ്യാനില്ല. ഇതിങ്ങനെയാണ്. അല്ലെങ്കിൽ അത്രയും ബോധവൽക്കരണം കൊടുക്കണം. പക്ഷെ അങ്ങനെയൊക്കെ വളരെ കുറവ് ആളുകൾ അത്രയ്ക്കൊന്നും ചിന്തിക്കില്ല. ഈ റിയൽ വേൾഡ് തമ്മിൽ അതിങ്ങനെ മാറ്റമൊക്കെ വളരെ അപൂർവം. പിന്നെ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള വാക്ക് തന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വായിക്കുന്ന അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാൾക്ക് തനിക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അയാൾ അതിൽ കൂടി ഇരുന്ന കണ്ടന്റ് അയാൾ വായിച്ച പുസ്തകങ്ങളെ പറ്റിയിട്ടുള്ള അറിവോ അല്ലെങ്കിൽ കഥ പറഞ്ഞു കൊടുക്കുകയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള വാക്ക് എത്രത്തോളം ഇപ്പൊ ഇന്ന സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിക്ക് പണ്ട് നമ്മൾ ഒൺലി ഫാൻസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് സബ്സ്ക്രിപ്ഷൻ. നമ്മൾ ലോക്കൽ വാക്കാണ് സബ്സ്ക്രിപ്ഷൻ. ഈ ഒൺലി ഫാൻസ് എന്ന് പറഞ്ഞാലും അവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ കുറച്ചുകൂടി എന്നുവെച്ചാൽ എനിക്ക് ഞാനൊരു കുറെ കോണ്ടന്റ് ചെയ്യും. അപ്പൊ അതിൽ സ്പെഷ്യൽ കോണ്ടന്റ് ഉണ്ടാവും. ഈ സ്പെഷ്യൽ കോണ്ടന്റ് നിങ്ങൾ പേ ചെയ്യണം എന്നാണ്. അപ്പൊ അവിടെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വല്ല വീഡിയോസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വെച്ചാൽ ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റീവായ പല കാര്യങ്ങളാവാം. അത് പിന്നെ പക്ഷെ മെജോറിറ്റി എന്താണോ ചെയ്യുന്നത് അതാണ് ജനറലൈസ് ചെയ്യുക. പുരുഷൻ വളരെ സിമ്പിൾ ആണെന്നുള്ളതാ. ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയിൽ നിന്ന് പറയാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാന്ന് ഒരു അറിയിപ്പ് കൊടുക്കുമ്പോൾ തന്നെ ഇൻബോക്സിൽ വന്ന് ഈ പുരുഷൻ ചോദിക്കുന്നത് എന്താണ് സ്പെഷ്യലായിട്ട് ഉണ്ടാവുക മാഡം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന നിലയില. എന്നാൽ അയാൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുക നമ്മുടെ പുസ്തകത്തെ പറ്റിയുള്ള അറിവിനോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും വേറെ ടോപ്പിക് സംസാരിക്കാനാണോ എന്നുള്ളത്. ഇതൊക്കെ ഈ പുരുഷന്റെ പ്രശ്നമല്ലേ, ഇൻബിൽറ്റ്. ഇത് പ്രശ്നമല്ലേ, ഇത് മനുഷ്യന്റെ സൈക്കോളജി. ഇപ്പൊ നമ്മൾ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഭൂരിപക്ഷത്തെ നമ്മൾ ജനറലൈസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഓക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംസാരിക്കുക. ഇപ്പം ഓക്കെ നമ്മൾ പെണ്ണുങ്ങൾക്ക് മുടി നീളുണ്ടാവും. ഇത് പൊതുവെയുള്ള ഒരു ധാരണയാണ്. നമ്മൾ ഒരു പെണ്ണിനെ അങ്ങനെ തിരിച്ചറിയാം. ബാക്ക് സൈഡ് നോക്കിയാൽ മുടി നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു പാറ്റേൺ നോക്കിയിട്ടോ. ഇതൊരു പാറ്റേൺ ആണ്, പാറ്റേൺ സീക്കിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റോട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ പറമ്പിലൂടെ നടക്കുക. അപ്പോൾ ഒരു വടി നിലത്ത് വീണ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ മനസ്സത് എപ്പോഴും പാമ്പാന്നാണ് മനസ്സിലായിരിക്കുക. അത് വടിയാണെന്ന് ഒരിക്കലും വിചാരിക്കില്ല. അപ്പോൾ ഇതൊരു പാറ്റേണാണ്. അപ്പോൾ നമ്മൾ മെജോറിറ്റി ഭൂരിപക്ഷം അല്ലെങ്കിൽ മെജോറിറ്റി കാണുന്ന പാറ്റേൺ അതാണ് നമ്മൾ വിശ്വസിക്കുക. ഭൂരിപക്ഷം സബ്സ്ക്രിപ്ഷനിൽ ഈ പറഞ്ഞ അഡൽട്ട് കോണ്ടന്റ് ആയതിനാൽ നമ്മൾ ആ പേര് വിളിക്കുന്ന അതിലൊന്നും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയാണ്. അത് ഏത് വിഷയം നിങ്ങൾ എടുത്ത് നോക്കിയാൽ അങ്ങനെ തന്നെ. അതിൽ ഭൂരിപക്ഷം എന്താണോ അത് നമ്മളെ മൈൻഡ് അങ്ങനെയാണ്. ഇതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളും ഉണ്ട്. ഈ വിഷയത്തിലല്ലെങ്കിലും വേറെ പല കാര്യങ്ങളിലും നമ്മൾ ഈ മൈൻഡ് നമ്മളെ ഈ ഒരു ജനറലൈസ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് പല ഗുണങ്ങളും ഉണ്ട്. അത് അതിന്റെ ചെറിയ ഇപ്പം നിങ്ങൾക്ക് അതൊരു പ്രശ്നമായി തോന്നുന്നത് ആ ഒരു ജനറലൈസേഷൻ്റെ ഒരു ദോഷവശ. പക്ഷെ അതിനൊന്നും ചെയ്യാനൊന്നുമില്ല. അതങ്ങനെയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ഒരു ചിന്തകൾ മൊത്തം ഇപ്പോൾ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ശരീരം ബേസ് ചെയ്തിട്ടാന്ന് പറയണേക്കെ. കാരണം പ്രണയിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവർ നന്നായി ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ടാവും, സ്നേഹിച്ചിട്ടുണ്ടാവും. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പിരിഞ്ഞ് രണ്ട് വഴിക്ക് പോയിട്ടാണെങ്കിലും ആണുങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കുഴപ്പമില്ല കുറച്ച് വർഷം കഴിഞ്ഞ് അവളെന്നെ തേച്ചാലും പ്രശ്നമില്ല, അവളെ വേണ്ട വിധത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ല എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊരു ലോ സ്റ്റാൻഡേർഡിലുള്ളൊരു വർത്താനാണ്. അതെന്തുകൊണ്ടാണ് ആണുങ്ങൾ മുതലാക്കിയിട്ടുണ്ട്? അതെ അത് എനിക്കറിയാം. ഇപ്പൊ ചില ആളുകളുടെ ഒരു എന്താ പറയാ അതൊരു മൈൻഡ് നമുക്ക് സ്വയം നമ്മളിങ്ങനെ സാറ്റിസ്ഫൈഡ് ആവുകയാണ്. അപ്പം ഞാൻ പറയുന്നത് മെയിൽ ഈഗോ എന്നൊക്കെ ചേർക്കുമ്പോഴാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ഇപ്പം ഇതിപ്പം എന്താ പറയാ പക്ഷെ ഒരു സ്ത്രീ തിരിച്ച് അങ്ങനെ പറയാനും പറ്റില്ലല്ലോ. സ്ത്രീക്ക് പറയുന്ന സ്ത്രീകളും ഇപ്പം സർക്കിളിലുണ്ട്. ഇപ്പം സ്ത്രീകളെ ഇപ്പൊ സെക്സിനെ പറ്റി ആയിരിക്കുമല്ലോ പറയാ. സ്ത്രീകളെ ഇപ്പൊ വല്ല ഈ പറഞ്ഞ മെറ്റലിസ്റ്റിക് ആയ സാധനങ്ങളായിരിക്കും. എന്നുവെച്ചാൽ അവന്റെ ഇത്ര ഗിഫ്റ്റ് കിട്ടി അപ്പൊ എനിക്ക് മുതലായി എന്നാ പറയാ. ആണുങ്ങൾ അത് ഓരോരുത്തരും അപ്പം ബയോളജിക്കലി നോക്കുമ്പോൾ ചിലപ്പോൾ ആണുങ്ങൾ കുറച്ചുകൂടി ഈ സെക്ഷൽ സംഭവം അങ്ങനെ ആയിരിക്കാം. അപ്പം അങ്ങനെ കാണുന്ന ആളുകളായിരിക്കാം. അതൊക്കെ ഒരു ജനറൽ സംഭവങ്ങളാണ്. അതിനിപ്പോൾ സ്ത്രീകളും അതേപോലെ പെരുമാറാറുണ്ട്. പക്ഷെ സ്ത്രീകൾ പകരം ഈ മെറ്റീരിയലിസ്റ്റിക് ആയ സാധനങ്ങൾ വല്ല കാറോ അല്ലെങ്കിൽ വല്ല ഗിഫ്റ്റോ അല്ലെങ്കിൽ ഡ്രസ്സോ അതൊക്കെ ആയിരിക്കും മുതലായി എന്നായിരിക്കും വിചാരിക്കുക. അപ്പം പിന്നെ സ്ത്രീകൾ കുറച്ചുകൂടി കോൺഷ്യസ് ആയിരിക്കും. ഞാനങ്ങനെ മുതലായി എന്ന് പറഞ്ഞാൽ പക്ഷെ അതൊരു പ്രശ്നമാവോ അപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ സൊസൈറ്റിയുടെ പങ്കുണ്ടാവാം, ഉണ്ടായില്ല എന്നേ പറയുന്നില്ല. ആണുങ്ങൾക്ക് ആ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ പൊതുവേ നമ്മൾക്കൊരു സംഭവമുണ്ട് ഈ കൂടുതൽ വെച്ചാൽ നമ്മൾ പണ്ടൊരു സ്റ്റഡി പറയും. ഒരു പെണ്ണിനെ ഒരു സ്റ്റഡിയിലുള്ള അപ്പോൾ ഒരു പെണ്ണിനെ എന്താ പറയുക ഒരു 50 ആണുങ്ങൾ എടുത്തു വിടും. എന്നിട്ട് സെക്സ് വേണോ
എന്ന് ചോദിക്കും. 50 ആണുങ്ങൾ എടുത്ത് വിട്ടിട്ട് സെക്സ് വേണോന്ന് ചോദിക്കും. അപ്പൊ ഈ പെണ്ണോട് വേണോന്ന് ചോദിച്ചാൽ ഒരു 35 അല്ല ഒരു 50-60% ആണുങ്ങളും സെക്സ് തരാം എന്ന് പറഞ്ഞു. ഇതേപോലെ ഒരു ആണിനെ 50 പെണ്ണുങ്ങൾ എടുത്തു വിടും, ഒരാളും സെക്സ് തരാന്ന് പറയില്ല. അപ്പം ഇവിടെ ഒരു സംഭവം വെച്ചാൽ ഒരു ഹൈ വാല്യൂ മെയിൽ എന്ന് കൂടുതൽ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാണാണ് ഒരു ഹൈ വാല്യൂ മെയിൽ. ആ ഒരു ആംഗിളിൽ അല്ലാതെ നമുക്ക് പ്രൊഫഷനും കാര്യങ്ങൾ അക്കാഡമിക്സ് ഒക്കെ പറയാം. പക്ഷെ ഈ ഒരു ആംഗിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ വുമൺ അങ്ങനെയല്ല. വുമണ് വേറെ രീതിയിൽ കൂടുതൽ ആണുങ്ങളെ ബന്ധപ്പെടുന്ന ഒരു പെണ്ണാണോ ഹൈ വാല്യൂഡ് വുമൺ എന്നല്ല പറയാം. അത് അപ്പം ഈ ഒരു മാറ്റമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആണുങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ്റെ കുറ്റമൊന്നായിരിക്കുമല്ലോ. അത് അങ്ങനെ വന്നുകൊണ്ട് ഇവൻ വിചാരിക്കും ഓക്കെ എനിക്ക് മുതലായി, എനിക്ക് കുറേ സെക്സ് കിട്ടി, അപ്പോൾ എനിക്ക് മുതലായി. സ്ത്രീ പക്ഷെ അങ്ങനെ പറയാതെ എനിക്ക് കുറേ എന്താ പറയുക വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടി അപ്പോൾ മുതലായി. അപ്പോൾ ഇത് രണ്ടാളും പറയുന്നുണ്ട്. അതൊരു ആംഗിൾ മാത്രം കാണുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ വന്ന ലോകം മുഴുവനും നടന്നൊരു വനിതയാണ്. അപ്പോൾ ഷെറിൻ എന്നാണ് പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട്. മുംബൈയിലൊക്കെ റെഡ് സ്ട്രീറ്റ് ഉണ്ട്. റെഡ് സ്ട്രീറ്റ് ആ ഉള്ളൊരു ഏരിയയിൽ അവിടെ നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ അതിൻ്റെ അപ്പുറത്ത് നല്ലൊരു ടൗണും സിറ്റിയും ഉണ്ട്. അവിടെ ഏത് പാതിരാത്രിയിൽ വേണമെങ്കിലും എനിക്ക് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടോ മറ്റ് കേരളത്തിലില്ലാത്ത ഒരു ഫ്രീഡം പോലും അവിടെ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്? ഇതെനിക്കൊന്ന് പണ്ടൊരു മോഹൻലാലിന്റെ സിനിമയിൽ മോഹൻലാൽ എനിക്ക് തോന്നുന്നു അഭിമന്യുവാണ്. മോഹൻലാൽ പോലീസുകാരോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അവിടെ കുറെ സ്ത്രീകൾ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് തന്റെയൊക്കെ ഭാര്യയും പെങ്ങളും എല്ലാം റോട്ടിലിറങ്ങി നടക്കുന്നത്. ഇതൊരു ക്ലീഷേ ഡയലോഗാണ്. ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അതൊന്നുമില്ല. അപ്പം ലൈംഗിക താല്പര്യമുള്ള ഒരാൾക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അവരൊരു പരിധി വരെ വേറെ ക്രൈമിലേക്ക് പോകില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് ക്രൈമാണ്. ഒരു ക്രൈം ഇവിടെ നടക്കുക. ഞാൻ ആക്ച്വലി പ്രോസ്റ്റിറ്റ്യൂഷന് ഒരു എന്താ പറയുക ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് എടുത്തുകൊണ്ടുള്ള റേപ്പാണെന്ന് പറയുന്ന ഒരാളാണ്. പ്രോസ്റ്റിറ്റ്യൂഷൻ ഒരു റേപ്പാണത്. പക്ഷെ അവിടെ പൈസ കൊടുക്കുന്നതുകൊണ്ട് ഓപ്പോസിറ്റുള്ള വ്യക്തി ഒന്നും മിണ്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ എന്തോ ആവശ്യമോ എന്തോ അവർക്കുള്ള ഗതികേടോ അല്ലെങ്കിൽ ആവശ്യം കൊണ്ടോ അവർ മിണ്ടുന്നില്ല. അപ്പോൾ അവിടെ ഒരു ക്രൈമാണ് നടക്കുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അവിടെ ഒരു ക്രൈം നടക്കുന്നതുകൊണ്ട് ഇവിടെ ഒരാൾ ക്രൈം ഫേസ് ചെയ്യുന്നില്ല എന്നുള്ളൂ. പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതിനുള്ളിലേക്ക് നോക്കിയാൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലോ ഗവൺമെന്റ് ഇത് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ബാൻ ചെയ്യണോ അല്ലെങ്കിൽ ഇപ്പം പ്രോസ്റ്റിറ്റ്യൂഷനോ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനത്തെ സാധനങ്ങൾ ബാൻ ചെയ്യണോ എന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിന് ആക്ച്വലി ഇതിനൊരു സൊല്യൂഷൻ കറക്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു സൊല്യൂഷൻ പറയാം. അപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ലീഗലാക്കണോ ഇല്ലീഗലാക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇല്ലീഗലാക്കി ഇപ്പം നമ്മൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇതേപോലെ തന്നെ നമുക്ക് കാണാം. പ്രോസ്റ്റിറ്റ്യൂഷൻ ഈ സബ്സ്ക്രിപ്ഷൻ ഇല്ലീഗലാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നങ്ങൾ വരും. കാരണം ആളുകൾ ഈ പറയുന്ന പോലെ ഇത് ചിലപ്പം ക്രൈമുകൾ നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ച് പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാക്കിയിട്ട് ക്രൈമുകൾ എവിടെയും നിന്ന് സ്റ്റഡീസ് എവിടെയില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു നെവാഡ US ക്രൈം ഓൾറെഡി ഉള്ള സ്ഥലത്ത് നമ്മൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാക്കിയപ്പം അവിടെ ക്രൈമൊന്നും കുറഞ്ഞില്ല. ക്രൈം കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ സൊസൈറ്റി ലീഗലാക്കുമ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് കൂടുന്നതും സ്റ്റഡീസ് ഉണ്ട്. കാരണം ആളുകളെ മെന്റാലിറ്റി മാറുക. സ്ത്രീ എന്തെങ്കിലും പൈസ കൊടുത്താൽ ഇപ്പം നിങ്ങളെ പിടിച്ച് ഞാൻ 2 അടി അടിച്ച് എന്നിട്ട് നാളെ 2 ഗിഫ്റ്റ് വാങ്ങി തന്നാണ്ട് തീരല്ലോ എന്നുള്ളൊരു മൈൻഡിലേക്ക് ആൾക്കാർ വരും. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസുകൾ കൂടുന്നുള്ള സ്റ്റഡീസ് ഉണ്ട്. പക്ഷെ ഇത് ഇല്ലീഗലാക്കിയാൽ വേറൊരു ആംഗിളിൽ പ്രശ്നം വരും. കാരണം ഇത് ആവശ്യമുള്ള ആളുകൾക്ക് ഒരു ലൈംഗിക ദാരിദ്ര്യം നമ്മൾ അഡ്രസ് ചെയ്യേണ്ട കാര്യം അതൊരു പ്രശ്നമാണ്. ഒരു സമൂഹത്തിലെ ആളുകൾക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അവരൊക്കെ പിടിച്ചു നിന്നോട്ടെ സഹിച്ചു നിന്നോട്ടെ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ തലമുറേന്റെ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊരാൾക്ക് ഒരു ഏവറേജ് ഒരു 10 കൊല്ലം മുന്നേക്ക് ഒരു വ്യക്തിക്ക് ഒരു സെക്സ് നടക്കണമെങ്കിൽ കല്യാണം നടക്കണം. ഇപ്പൊ കുറെയൊക്കെ മാറി. അപ്പം ഈ ഒരു ഇത് മാറാതെ ഇവിടെ പ്രശ്നം വരും. അപ്പൊ ഇത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത് ലീഗലും ആക്കരുത് എന്ന് വെച്ച് ഇതിനെ കംപ്ലീറ്റ് ഇല്ലീഗലും ആക്കരുത്. ഇതിങ്ങനെ ഒരു ചുളിവിൽ നടന്നു പോകണം. ഒരു ചുളിവിൽ നടക്കും. ഇപ്പോൾ ബോംബെയിലൊക്കെ റെഡ് സ്ട്രീറ്റ് നടക്കുന്നത് വെച്ചാൽ ചുളിവ് അതൊന്നും ലീഗലാണോ എന്ന് വെച്ചാൽ 100% ലീഗൽ ഒന്നല്ല. അതിങ്ങനെ നൈസായി നടക്കുന്ന ഒരു സംഭവമാണ്. അത് തൽക്കാലം ഗവൺമെന്റ് അതിൽ ഇടപെടുന്നില്ല, കൽക്കട്ടയിലൊന്നും ഇടപെടുന്നില്ല. അപ്പൊ അങ്ങനെ തൽക്കാലം അങ്ങനെ പോകണം എന്ന് വെച്ചാൽ നമ്മളത് ഓക്കെ കുഴപ്പമൊന്നും ലീഗലാക്കിയാൽ പ്രശ്നമാണ്, 100% ഇല്ലീഗലാക്കിയാലും പ്രശ്നമാണ്. അതൊരു ചുളിവിൽ നടന്നു പോകണമെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചുളിവിൽ അതെങ്ങനെയാണ് അത് ആ രീതി നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കാത്രേ ഉള്ളൂ. ഇപ്പം എല്ലാ കുറ്റങ്ങളും നമ്മൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും തലയിൽ കൊണ്ട് വെച്ച് കൊടുക്കാതെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ അൽഗോരിതം അല്ലെങ്കിൽ നമ്മുടെ ആപ്പിന് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം നമ്മളെ വല്ലാതെ ലേസി ആക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ മുന്നിൽ തന്നെ ഉള്ളത്. അത് ശരിക്കും അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതും അത് ശരിയായി. ഈ പറഞ്ഞ പോലെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും തലയിലേക്ക് മൊത്തം പറ്റില്ല. ഒരു അൽഗോരിതം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം അതെനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പം ആളുകളെ ഈ ആപ്പുകളുടെ ലക്ഷ്യം ആപ്പുകളുടെ മുന്നിൽ ആളുകളെ പിടിച്ചിരുത്താന്നാ. അപ്പം നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോയി ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് നഷ്ടമാണ്. ഇൻസ്റ്റാഗ്രാമിന് അവർ പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള പുതിയ അൽഗോരിതംസ് കൊണ്ടുവരും. അപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരാണാണ്, നല്ല രസമുള്ളൊരു പെണ്ണിനെ കണ്ട ഞാനങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് നോക്കാതിരിക്കലോ ഒന്ന് നോക്കും. അത് നമ്മൾ താല്പര്യമില്ലെങ്കിൽ നമ്മളെ സ്വൈപ്പ് ചെയ്ത് ഒഴിവാക്കും. അപ്പം
അവർക്ക് അറിയാം ഒന്ന് നോക്കും എന്നൊരാണ് സംബന്ധിച്ചോളം മെജോറിറ്റി ആണുങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുവിധം ആണുങ്ങളൊന്ന് നോക്കും, ജസ്റ്റ് നോക്കും. സബ്സ്ക്രൈബ് ഒന്നും ചെയ്യില്ല, ചിലപ്പോൾ നമ്മൾ സ്വൈപ്പ് ചെയ്ത് വിടുന്നുള്ളൂ. അപ്പം ഇത് കഴിഞ്ഞ് ഇത് സ്വൈപ്പ് ചെയ്യുമ്പോൾ അൽഗോരിതം അവിടെ വർക്കായി അടുത്ത വരും ഒരു 4 സ്വൈപ്പിൽ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഓക്കെ ഞാൻ വളരെ എക്സ്ട്രാ ഓർഡിനറി ഒരു രണ്ടായിട്ട് ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യും. അതൊക്കെ വളരെ കോമൺ ആണ്. ചിലപ്പോൾ ഷെയർ ചെയ്യാം, ഷെയർ ചെയ്യാതിരിക്കാം, ഷെയർ ചെയ്താൽ പിന്നെ ഇതായി. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പോൾ ഈ സെക്സിനോട് ഇച്ചിരി താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അയാൾ അവിടെ കണ്ട് ഇരിക്കും, 10 കഴിയട്ടെ ഇത് കഴിയട്ടെ. അപ്പം ഇത് ആക്ച്വലി ആ കമ്പനികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അവർ ചെയ്യുന്നത്. സെർച്ച് ഹിസ്റ്ററി കാണിക്കാൻ ധൈര്യം ഉണ്ടോ? എന്റെ സെർച്ച് ഹിസ്റ്ററി ഇന്ന് നോക്കിയാൽ ഭയങ്കര മോശമായിരിക്കും. നമ്മളെ ചർച്ച ചെയ്തായതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി നോക്കുമ്പോൾ മൊത്തം എന്താ അവസ്ഥ, അപ്പോൾ വളരെ മോശമായിരിക്കും. സത്യത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് കൊടുത്താലും നമ്മൾ ഇപ്പത്തെ പറയും ഇൻസ്റ്റാഗ്രാം ഒരാൾക്ക് കൊടുക്കരുത്, അതിന്റെ സെർച്ച് ഹിസ്റ്ററി വളരെ മോശമായിരിക്കും. അതാണ് ഒരു സംഭവം. നമ്മളെല്ലാവരും മനുഷ്യനല്ലേ ഉള്ളതെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ നമ്മൾ നോക്കും. അപ്പൊ ചിലപ്പോൾ അത് നമ്മൾ വേറെ ആവശ്യത്തിനായിരിക്കും നോക്കുക. ഒരു ആവറേജ് ആളുകളുടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഈ കൗണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം ജെൻഡർ അനുസരിച്ചും കൺട്രി അനുസരിച്ചും ഒക്കെ അവർക്ക് അൽഗോരിതംസ് ഉണ്ട്. അപ്പം കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ത്യയിലൊക്കെ പല സ്ഥലത്തും ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് പല സ്ഥലത്തും കിട്ടുന്ന കണ്ടന്റ് പല പോലെയാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ കോണ്ടന്റ്സ് പെട്ടെന്ന് കിട്ടും. അഡൽട്ട് കോണ്ടന്റ്സ്, പ്രൊഡക്റ്റീവ് കോണ്ടന്റ്സ് മെല്ലേ കിട്ടുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഞാൻ ക്ലബ് ഹൗസിലൊക്കെ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുക ഇങ്ങനത്തെ കുറെ ഗ്രൂപ്പുകളായിരിക്കും. പിന്നെ നമ്മൾ നേടിയെടുക്കണം നമ്മളെ കഴിവുകൊണ്ട് നമ്മൾ നല്ല പ്രൊഡക്റ്റീവ് നമ്മൾ അത് മാറി വരുന്നത്. അങ്ങനെയാണ് അത് ഡിഫോൾട്ട് കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇവർ പ്രൊമോട്ട് ചെയ്ത്. പിന്നെ ഇൻസ്റ്റാഗ്രാം വേറെ ഇതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു പരിധി കൂടുതൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവിടെ റെസ്ട്രിക്ഷൻസും ഈ ഫോളോ മറ്റേ അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒക്കെ വരും. പക്ഷെ ഇവർ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ അവർ പ്രൊമോട്ട് ചെയ്യും.